നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എതിയേട്ടാ, ഇന്നലെ മുതൽ ഞാൻ കാണുക ഈ അവിടെ എവിടെ മാറിയുള്ള ഇരിപ്പ്. നിങ്ങൾക്കിത് എന്തു പറ്റി? ഓഫീസിൽ പോകുന്നില്ലേ? എനിക്ക് വയ്യ രഞ്ജിനി, ആരുടെ മുഖത്ത് നോക്കാൻ വയ്യ. ആകെ നാണക്കേടായി. നമ്മൾ വിചാരിച്ചതെല്ലാം നമ്മുടെ മകൻ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കി. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സാമാന്യ ബുദ്ധിയില്ലേ അവന്? വിവരമില്ലേ അവന്? നമ്മൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത് എന്തിനാണെന്ന് അവനോട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. സമ്മതമല്ലായിരുന്നെങ്കിൽ അവൻ എന്തുകൊണ്ട് ആ സമയത്ത് പറഞ്ഞില്ല? അതിനുള്ള സമയം നമ്മൾ അവന് കൊടുത്തില്ലല്ലോ. ആ സന്ദർഭത്തില് അവനോട് ചോദിക്കാതെ നമ്മൾ കയറി സമ്മതിച്ചതല്ലേ. ഇതിനെല്ലാത്തിനും കാരണം അവന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മളിതെല്ലാം ചെയ്തത്. ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ അവന്റെ ലൈഫ് സുരക്ഷിതമാകുമായിരുന്നു. എതിയേട്ടാ, കല്യാണം എന്ന് പറയുന്നത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യേണ്ട ഒന്നാണ്. അല്ലാതെ വല്ലവരുടെ ഇഷ്ടത്തിനല്ല ഓരോരുത്തർ ജീവിക്കേണ്ടത്. നമ്മുടെ മകന് അത് അന്നേരം പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് അതവൻ ഇപ്പൊ പറഞ്ഞു. അവന്റെ സമ്മതം ചോദിക്കാതെ എല്ലാം തീരുമാനിച്ച നമ്മളാ കുറ്റക്കാര്. അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ളതെല്ലാം അവൻ്റെതായി മാറുമായിരുന്നു. അവൻ ഇതിൽ താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മളിങ്ങനെ ഓരോന്ന് സ്വപ്നം കാണും. ഇനിയെങ്കിലും അതെല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും വഴി നോക്കണം. രഞ്ജിനി, മിണ്ടാനും പറയാനും വയ്യെങ്കിലും അഞ്ജനൊരു പാവം കുട്ടിയായിരുന്നു. അവളെപ്പോലൊരു പെൺകുട്ടി മരുമകളായിട്ട് വന്നാൽ നമുക്കത് നല്ലതായിരുന്നു. ഇനിയിപ്പോ അത് പറയാം. പ്ലാൻ ചെയ്തതെല്ലാം പൊളിഞ്ഞല്ലോ. പക്ഷെ അവന്റെ പ്ലാനിങ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അവരവരുടെ കാര്യമൊക്കെ സേഫ് ആക്കിയിട്ടേ വേറെ കാര്യം നോക്കൂ. അവന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ കാണും. അവന്റെ മനസ്സിലുള്ള പെണ്ണാരാണെന്ന് അവൻ നിന്നോട് പറഞ്ഞോ? എന്നോട് പറഞ്ഞോന്നോ? കൊള്ളാം. അവനൊരു അക്ഷരം വാ തുറന്നിട്ടില്ല. ഞാൻ എത്ര തവണ ചോദിച്ചെന്നറിയോ? എന്നാലും ആരായിരിക്കും അവന്റെ മനസ്സിലുള്ള പെണ്ണ്? ആരായാലും എനിക്ക് കുഴപ്പമില്ല. നല്ല അന്തസ്സുള്ള കുടുംബക്കാരും 10 കാശിന് വകയുള്ളവരും ആയിരിക്കണം. എനിക്ക് അത്രേ ഉള്ളൂ. രഞ്ജിനി, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എങ്ങനെയെങ്കിലും ആ പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് നീ തന്നെ മനസ്സ് വയ്ക്കണം. എന്നോട് അവനൊന്നും പറയില്ല. ഏട്ടത്തി ജയിലിൽ നിന്ന് വരട്ടെ. ഏട്ടത്തി ചോദിച്ചാൽ അവൻ പറയും. ഏട്ടത്തിയോടാണല്ലോ അവനെല്ലാം പറഞ്ഞത്. ദേ, ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ഒരു വഴി അടയുമ്പോ മറ്റൊന്ന് വരും. അങ്ങനെ വിചാരിച്ചാ മതി. വാ, എന്തെങ്കിലും കഴിക്കാം. വരുന്നില്ലല്ലോ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആരെങ്കിലും കണ്ടാ പിന്നെ അതോടെ തീരും. ആരും കാണില്ല. നീ വേഗം കയറ്. ഈ ഹെൽമെറ്റ് വെച്ചോ. എന്താ നിന്റെ പ്ലാൻ? അതൊക്കെ പറയാം. നീ വേഗം കയറ്. ഇവിടെ നിന്ന് ആരെങ്കിലും കാണും.
ഇതെവിടെ? ഡാ, വാടാ. അയ്യോ. ഇങ്ങോട്ടാ ഇങ്ങോട്ടാ. ഈ വഴി അങ്ങോട്ട് വാ. ഒരു വണ്ടി നമുക്ക് അതിൽ കയറി രക്ഷപ്പെടാം. വാ. നിർത്താ നിർത്താ വണ്ടി നിർത്താ. വണ്ടി നിർത്താ. ഇങ്ങോട്ട് മാറാം. ഇറങ്ങണം അങ്ങോട്ട്. മാറാം അങ്ങോട്ട്. എന്താ ഈ കാണിക്കുന്നേ? എന്താ ഇത്? മാറാം. ആരാ നിങ്ങള്? ഇറങ്ങണം അങ്ങോട്ട്. നിഖിൽ, അയ്യോ, കേറ്, കേറ്, കേറ്. നിഖിൽ, ഇങ്ങോട്ട് മാറാം. എന്താ ഇത്? ഇങ്ങോട്ട് മാറാം. ഇങ്ങോട്ട് മാറാം. എന്താ നിങ്ങൾക്ക് വേണ്ടേ? വീട്, നിഖിൽ, ഇങ്ങോട്ട് വാടാ. നിഖിൽ, വേണ്ട. തോക്കല് തരാൻ. ഇങ്ങോട്ട് മാറാ. എടാ നീ വണ്ടിയുടെ എടാ ജോസേ, കേറാ. അയ്യോ, നിഖിലേ, ദർശന, ദർശന. വേഗം വാ. വാ, പോവാം. ഇങ്ങോട്ട് മാറാ. നിഖിലിനി. വേഗം കേറ്. പെട്ടെന്ന് കേറ്. ഇങ്ങോട്ട് മാറാ. നിഖിൽ, വിടാല്ലോ ഒന്ന്. വിടാ. വിടാൻ. വിടാ. അടങ്ങി നിക്കണം. 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 അടുത്തടുത്ത് രൂപശേട്ടാ, അവനെ പിടിക്കുക. അവിടെ അനങ്ങാതെ നിൽക്കണം അവിടെ.